ലൈവ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. യൂത്ത് കോർണർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് വിശിഷ്ട അതിഥിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, യൂത്ത് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാം. മറ്റാരുമല്ല, മിസ്റ്റർ ജെഫിൻ ബ്രോയാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ജെഫിൻ ബ്രോ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും, പ്ലീസ്. എന്റെ പേര് ജെഫിൻ, BS കഴിഞ്ഞു, ഇപ്പൊ കാസർഗോഡ് വർക്കിംഗ് ആണ്. ഓക്കെ, ജെഫിൻ ബ്രോനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഡോക്ടറാണ്, ഇപ്പോ വർക്ക് ചെയ്യുന്നു. അബ്സർവൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വ്യക്തിയിൽ നമുക്ക് കുറെ കേൾക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ച അതേ ചോദ്യമായിട്ട് തന്നെയാണ് ഈ പുള്ളിയുടെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സഭയിൽ യൂത്തിന്റെ പ്രാധാന്യത എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? സഭയിലെ യൂത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്റെ അഭിപ്രായം, ാണ് സഭയുടെ വരും ആത്മീയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം യൂത്ത് വളർന്ന് യൂത്തിന് വേണ്ട ആത്മീയമായ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുമ്പോഴാണ് സഭയില് അടുത്തൊരു തലമുറ എന്ന് പറഞ്ഞാൽ യൂത്താണ്. അപ്പം യൂത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവരെ ആത്മീയമായി ബിൽഡപ്പ് ചെയ്യണം. എന്നാൽ മാത്രമെങ്കിൽ സഭയുടെ നിലനിൽപ്പ്, നെക്സ്റ്റ് ജനറേഷനിലുള്ള സഭയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ കയ്യിലാണെന്നാണ് എന്റെ പേഴ്സണൽ. യൂത്ത് ആണ് സഭയുടെ ഭാവി എന്നാണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കാനിടയായിരിക്കുന്ന കാര്യം. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ യൂത്ത് ആണ് നാളത്തെ ലീഡേഴ്സ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാവുന്നതും വളരെ വ്യക്തമായിട്ട് ഊഹിക്കാവുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ യൂത്ത് നാളത്തെ ലീഡേഴ്സായി മാറും. പക്ഷെ അതിന് വേണ്ടുന്ന അടിത്തറ പാകേണ്ടത് ഈ സഭയിൽ നിന്നുകൊണ്ടാണ്. സഭയിലുള്ള യൂത്തിന് നല്ല രീതിയിൽ ഗൈഡ് ലൈൻസ് കൊടുത്ത് അവർക്ക് ആത്മീകമായി ഉണരുവാനും ആത്മീകമായി ഉയർന്നങ്ങളിലേക്ക് എത്തുവാനും ഉള്ള ടീച്ചിങ്സ് കൊടുക്കുന്നിടത്തോളം കാലം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അവർ തീർച്ചയായും മുരടിച്ചു പോകും എന്ന് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ, ഒരു കാറ്റഗറൈസ് മാത്രമല്ല, എല്ലാ യൂത്ത് ആയിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൊടുക്കുവാൻ തക്ക രീതിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടെ ജെഫിൻ ബ്രോനെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജെഫിൻ ബ്രോയോട് എനിക്ക് അടുത്ത് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, യൂത്ത് എന്ന നിലയിൽ സഭയിൽ ഏതേലും തരത്തിൽ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോഗ്രാമിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് യൂത്തിനെ അംഗീകരിക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ഈ ഒരു യൂത്ത് എന്ന നിലയിൽ സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ യൂത്തിന് വേണ്ട അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ആൾക്കാരെ മിസ്ഡയറക്റ്റഡ് ആയി പോകുന്നതിന് കാരണം അവർക്കൊരു ആത്മീയമായ അടിസ്ഥാനം സഭ കൊടുക്കുന്നില്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ യൂത്തിനൊരു എന്താ പറയാ, അവർക്കൊരു ആത്മീയമായ അടിസ്ഥാനം ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് അവർ പല രീതിയിൽ പല പ്രാവശ്യം ഇപ്പൊ കോളേജിൽ പോകുന്ന സമയത്തായാലും അങ്ങനെ കലാലയ ജീവിതത്തിലായാലും അവരൊക്കെ പെട്ടെന്ന് മിസ്ഡയറക്റ്റഡ് ആയിട്ട് പല ദിശയിലേക്കൊക്കെ പോകാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് പെട്ടെന്ന് അകലാൻ ഒരു കാരണമാകുന്നുണ്ട്. അതിന് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നത് സഭ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് കൊണ്ടാവാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് ഒരു യൂത്ത് നമ്മളെവിടെ പോയാലും നമ്മുടെ രക്ഷിതാവിനെ അറിയണം. അപ്പോൾ നമുക്ക് ഇട്ട് തരുന്ന ഒരു അടിസ്ഥാനം നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അത്തരത്തിലൊരു ബേസ് ഇടാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിവുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ ഇത് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനും കോവിഡ് കഴിഞ്ഞപ്പോഴായാലും ഒരുപാട് ആൾക്കാർ ഏത്തിസ്റ്റുകളായി എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം ഇതിലൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആത്മീയമായ ഒരു അടിസ്ഥാനം സഭ കൊടുക്കണം എന്നല്ല, പേരന്റ് കെയറിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ തലം തൊട്ട് എല്ലാ തലം ഒരു മാതാപിതാക്കളുടെ ലെവലിലായാലും സഭയിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും അവരെ ആത്മീയമായ മണ്ഡലത്തിൽ നിർത്താൻ വേണ്ട ഒരു എന്താ പറയാ സപ്പോർട്ട് കൊടുക്കാത്തതാണ് ഇത്തരത്തിലൊരു തലമുറയ്ക്ക് ചേഞ്ച് വരാൻ കാരണം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തില് സഭകള് അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ദൈവത്തിന് വിട്ടുപോകില്ല ഇത്തരത്തില്. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ കുറച്ച് ആ ഇൻവോൾവ്മെന്റ് കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ആ ഒരു ഡയറക്ഷൻ കൊടുക്കാത്തത് കൊണ്ട് ഇത്തരത്തിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ടാണ് എൻ്റെ. വളരെ നല്ലൊരു ആൻസർ ആണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാരന്റിങ് കെയർ മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ആത്മീയ വളർച്ച
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു തലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൺഡേ സ്കൂൾ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് എന്ന നിലയിലേക്ക് പലരും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. യൂത്ത് എന്ന നിലയിൽ പലരെയും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പല രീതിയിൽ, അല്ലെങ്കിൽ കൺവെൻഷൻ മാത്രം വരുമ്പോഴും അങ്ങനെയുള്ള കാര്യത്തിൽ നോട്ടീസ് ഒട്ടിക്കാനും അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ചെയ്തിട്ട് ബാക്കിയുള്ള ആത്മീയ കാര്യങ്ങളിലൊന്നും ചെയ്യിക്കാത്ത രീതിയിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു വലിയൊരു മാറ്റം വരണം. സഭ ഇതിൽ ഇൻവോൾവ് എടുത്തിട്ട് യൂത്തിനെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവർക്ക് ആത്മീകമായി ഉണരു വരുവാൻ തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്നാണ് ജെസിൻ ബ്രോയിൽ എനിക്ക് വളരെ നല്ല ഒരു തീം, നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ജെസിൻ ബ്രോയിൽ നന്ദി പറയുന്നു. താങ്ക് യു. നമ്മളോടൊപ്പമുള്ള മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ഈ വ്യക്തി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, നമ്മുടെ ഒരു ലീഡറും കൂടിയാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാം. മിസ്റ്റർ ലിജോ. ലിജോ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് ലിജോ ചേട്ടൻ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ലിജോ ചേട്ടൻ പ്ലീസ്. എൻ്റെ പേര് ലിജോ. ഞാൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നു. പരിയാരത്താണ്, കണ്ണൂർ പരിയാരത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, സ്റ്റാഫ് നേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിജോ ചേട്ടൻ എന്ന് പറയുന്നത്. ഈ ലിജോ ചേട്ടനിൽ നിന്ന് നമുക്ക് ഒത്തിരി കേൾക്കുവാനുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കാണുവാനുണ്ട്. നമ്മൾ ചോദ്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് തന്നെ ഫസ്റ്റ് ആയിട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യൂത്തിന് സഭയിൽ എന്തേലും തരത്തിൽ പ്രാധാന്യത ഉണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. തീർച്ചയായും യൂത്തിന് വളരെയധികം പ്രാധാന്യത ഉണ്ട് സഭകളിൽ. കാരണം നാളത്തെ തലമുറ അവരാണ്, അല്ലെങ്കിൽ സഭയുടെ വാഗ്ദാനങ്ങളാണ് യുവജനങ്ങൾ. തീർച്ചയായും അവരെല്ലാം ആത്മീയമായി വളർത്തിക്കൊണ്ടുവരേണ്ടത് സഭയുടെ ആവശ്യമാണ്, സഭയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന നേതൃത്വങ്ങളിൽ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഒരിക്കൽ യുവജനങ്ങളായിരുന്നു. അവര് അന്ന് ആത്മീയമായി വളർന്നു വന്നതിന്റെ ഒരു ഫലമായിരിക്കും അവര് നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും യുവജനങ്ങൾക്ക് സഭകളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അടുത്തൊരു ചോദ്യം ലിജോ ചേട്ടൻ എനിക്ക് ചോദിക്കാൻ, അടുത്ത ചോദ്യം മറ്റൊന്നുമല്ല. ഒരു യൂത്ത് എന്ന നിലയിൽ സഭയിൽ ഏതേലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ സഭകളിലും തന്നെ, അല്ലെങ്കിൽ മിക്ക സഭകളിലും യൂത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. അവരെല്ലാം അവർക്ക് ആത്മീയമായി വളരുവാൻ വേണ്ടുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കാര്യപരിപാടികളൊന്നും സഭകളിൽ നടക്കുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും ഏതൊക്കെ സഭകളിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന സഭകൾ, അവിടെയുള്ള യുവജനങ്ങൾ ആത്മീയമായി വളരുകയും ചെയ്യും. അതേപോലെ തന്നെ സഭകളും സഭയും ആത്മീയമായി വളരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ സഭയിൽ യുവജനങ്ങൾ മാത്രമല്ല, പൊതുവിലെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും ഇപ്പോഴത്തെ സഭകളിൽ നടക്കുന്ന രാഷ്ട്രീയ കളികളെല്ലാം. സഭകളിലായിരുന്നാലും സംഘടനകളിലായിരുന്നാലും നടക്കുന്ന രാഷ്ട്രീയ കളികൾ. തീർച്ചയായിട്ടും നമ്മളെല്ലാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികന്മാര് അല്ലെങ്കിൽ ആദിമ പിതാക്കന്മാര് അവര് ഈ വിശ്വാസത്തിന്റെ ആ മാർഗത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും നിത്യത എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതെല്ലാം മാറി, നിത്യതയിൽ നിന്ന് വഴിമാറി നമുക്ക് ഈ ലോകത്തിൽ നേടാൻ ഉള്ള അല്ലെങ്കിൽ സ്ഥാനങ്ങള്, മാനങ്ങള്, അങ്ങനെയുള്ള അതിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. ഈവൻ നമ്മൾ സഭകളിലാണെങ്കിലും പ്രസംഗിക്കുമ്പോൾ നമ്മൾ മിക്കവാറും കേൾക്കുന്നതാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ്, അതായത് ഭൗതികമായ അനുഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. എന്നാൽ അത് കേട്ടു വരുന്ന ഒരു തലമുറ, ഒരു യുവാവ് അല്ലെങ്കിൽ പുതുതലമുറ, അവർക്ക് ആ ഒരു അനുഗ്രഹം കിട്ടാണ്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു രോഗം ഒരു രോഗം ദൈവം സൗഖ്യമാക്കും. തീർച്ചയായിട്ടും ദൈവം സൗഖ്യമാക്കുക തന്നെ ചെയ്യും. എങ്കിലും ചിലപ്പോൾ അതിന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് അവിശ്വാസം പിന്മാറി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും പിന്മാറി പോകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു സ്ഥിതി മാറിയിട്ട് നമ്മുടെ ഈ മാർഗത്തിന്റെ ലക്ഷ്യം എന്താണ്? നിത്യത മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതിന്റെ ശാശ്വതമായിട്ടുള്ള ഇതിന്റെ അവസാനം
നിത്യതയാണ് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതും എല്ലാവരെയും പഠിപ്പിക്കേണ്ടതും. അതിപ്പോ നമ്മൾ യുവജനങ്ങളെ മാത്രമല്ല എല്ലാ സഭയിലെ എല്ലാവരെയും പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇപ്പോഴത്തെ നേതാക്കന്മാരായിരുന്നാലും ശരിക്കും എന്താണ് സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി മത്സരിക്കാതെ ഈ സ്ഥാനങ്ങളും മാനങ്ങളെല്ലാം ദൈവം തരുന്ന ഒരു ശുശ്രൂഷയായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ഈ ലോകത്ത് സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലും നിത്യത നമുക്ക് കിട്ടിയില്ല. ഈ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്രകാരം രാഷ്ട്രീയത ഉള്ളത് കൊണ്ട് തന്നെ ഈ ആത്മീയ തലത്തിൽ യുവാക്കൾ ഒത്തിരി രാഷ്ട്രീയമായിട്ടും ആത്മീയതയിൽ നിന്ന് മാറി രാഷ്ട്രീയതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇന്നത്തെ വന്നുകൊണ്ടിരിക്കുന്നത്. അവര് മെറ്റീരിയൽ ആയിട്ടാണ് മൊത്തം നോക്കിക്കാണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു സഭ എന്ന നിലയിൽ സഭയിലുള്ള ആളുകൾ, യൂത്ത് ആയിരിക്കുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ആത്മീയതയിൽ മാത്രമല്ല ഇപ്പൊ ഫോക്കസ് ചെയ്തത് മൊത്തം ഈ രാഷ്ട്രീയപരമായിട്ട് ഓരോ സംഘടനകൾ, എന്റെ സംഘടന ഇന്ന് അതിൽ തന്നെ രണ്ട് വിഭജനമായിട്ട് മാറി അടിപിടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ലിജോ ചേട്ടൻ ഇപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടാണ് പലപ്പോഴും സഭകളെ കൊണ്ട് നടക്കുന്നത്. ആത്മീകമായിട്ട് സഭകളിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രതിക്രിയകളും നടക്കുന്നില്ല എന്നുള്ളതിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂത്ത് എന്ന നിലയിൽ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇതിപ്പം മുന്നേ പറഞ്ഞു സഭയിലെ ഒരു യൂത്തിന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരണം എന്നല്ല, അവർക്ക് അവരുടെ ഒരു ചർച്ചയിനെ കൊണ്ട് ഈ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഇത് മാറ്റിവെച്ചുകൊണ്ട് യൂത്ത് എന്ന നിലയിൽ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായും സഭകളിലൊക്കെ യുവജനങ്ങളെ വേണ്ടുവണ്ണം അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് ചെയ്യുന്ന സഭകളൊക്കെ ശരിക്കും നമുക്ക് കുറവായിരിക്കും. കാരണം സഭയിലുള്ള മൂത്ത ആളുകൾ ചിലപ്പോൾ അതിനെല്ലാം വഴങ്ങി കൊടുത്തു അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായത്തെ വില ഉൾക്കൊള്ളാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെയുള്ള ഈ യുവജനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന സഭകൾ തീർച്ചയായിട്ടും വളരും. കാരണം ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് ഈ ലോകത്ത് അവരെ ആകർഷിക്കാനും അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ആ രീതിയിൽ ഇപ്പം സോഷ്യൽ മീഡിയ ആയിരുന്നാലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ ആകർഷിക്കുവാനായിട്ടുണ്ട്. എന്നാൽ സഭകളിൽ ഈ പഴയ രീതിയിലുള്ള ആ ഒരു പഴയ ആളുകളുടെ മുതിർന്ന ആളുകളുടെ രീതിയിൽ പോകുന്ന ഓരോരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാകുകയില്ല. യൂത്തിനൊരു അവഗണന എപ്പോഴും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അവരുടെ ആത്മീയമായ വളർച്ചയ്ക്കും കൂടെ ഒതുങ്ങുന്ന രീതിയിൽ യൂത്ത്സിന്റെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ആരാധന സെക്ഷൻസൊക്കെ ആണെങ്കിൽ പോലും ചില സഭകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാനാലും പോലും ഇപ്പോഴും ഈ വലിയ ആളുകൾ സമ്മതിക്കാറില്ല. എന്നാൽ യുവജനങ്ങൾക്ക് അതിനുള്ള അവസരം കൊടുക്കാൻ തീർച്ചയായിട്ടും അവരെല്ലാം നല്ല വർഷിപ്പേഴ്സും വർഷിപ്പ് ലീഡേഴ്സും ഒക്കെ ആയിട്ടൊക്കെ വളർന്നു വരും. അത് ആത്മീയമായി വളർന്നു വരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും പലരും മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ഒരു അവഗണിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മുതിർന്ന ആൾക്കാരും തന്നെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പലരെയും മാറ്റി നിർത്തുക, യൂത്തിന്റെ പലരുടെയും ടാലന്റുകളെ തള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രക്രിയകൾ എല്ലാ സഭകളിലും അല്ല, ചില സഭകളിൽ ചില ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് യൂത്തിന്റെ ടാലന്റുകളെ വളർത്തി കൊണ്ടുവരുവാൻ ഇന്നത്തെ പല സഭകളും ശ്രമിക്കുന്നില്ല. ഉണ്ട്, തീർച്ചയായും പലയിടങ്ങളിലും അപ്രകാരമുള്ള സഭകളുണ്ട്. പക്ഷേ ചുരുക്കം ചില സഭകളിൽ യൂത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ യൂത്തിന്റെ അവർക്കൊരു പ്രാധാന്യത കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. വളരെ നന്ദിയുണ്ട്. നല്ല ആൻസറുകൾ, നല്ല ഉത്തരങ്ങൾ നമുക്ക് നൽകി തന്നെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. താങ്ക് യു.